അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവേ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുള്ള ഈമാനാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്? എങ്ങനെയുള്ള ഈമാൻ നൽകണേ അല്ലാ എന്ന് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മൂസാ നബി അലൈഹിസ്സലാമും സംഘവും കടലിൻ്റെ മധ്യത്തും മുന്നിൽ കടലും പിന്നിൽ ഫിർഔനും ശത്രുക്കളായ ഫിർഔനും കൂട്ടരും, മധ്യത്ത് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും. പിന്നിൽ ഫിർഔനും കൂട്ടരും വരുമെന്ന് ഭയന്ന് അടുത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ കാല സഹാബ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹാബാക്കൾ പറയുകയാണ്, ഇന്നാലെ മുദ്റക്കൂൻ, മൂസ അവർ നമ്മളെ പിറകിൽ നിന്ന് ശത്രുക്കളുണ്ട്, നമ്മളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും, നമ്മളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, കല്ല ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല, എൻ്റെ റബ്ബിനോട് കൂടിയുണ്ട്, അവൻ വഴികാട്ടിത്തരും എന്ന് പറഞ്ഞ ഈമാൻ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത ഈമാൻ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും കുഞ്ഞുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും ആരുമാരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മഹദിയവർകൾ ചോദിക്കുന്നു, നിങ്ങൾ ആരുമാരുമില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നില്ല. വീണ്ടും മഹദിയവർകൾ ഇത്ര ഗൗരവത്തോടു കൂടി ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? ആരുമാരുമില്ലാത്ത ഈ വിജനമായ സ്ഥലത്ത് ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അതെ. മഹദിയവർകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ അങ്ങ് അവിടെ നിന്ന് പോകുന്നത്? അതെ എന്ന് പറഞ്ഞു. എന്നാൽ പൊയ്ക്കൊള്ളുക, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ പോവുക, അള്ളാഹുവിൻ്റെ കൂട്ട് ഞങ്ങൾക്കുണ്ട്. അതാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഈമാൻ നമ്മൾക്കുണ്ടാകണം. അങ്ങനെയുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാവിലൂടെ ആ ഇരുമ്പ് ദണ്ട് ആ കുന്തം കുത്തിയിറക്കുമ്പോൾ മഹദിയവർകൾ അസഹ്യമായ വേദനയോട് ആ മരണസമയത്ത് പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഈമാൻ നമുക്കുണ്ടാകണം. അല്ലാഹുവിൽ തവക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാൻ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ദുഷ്ടനായ ഫിർഔൻ്റെ ഭാര്യ, ഈജിപ്തിലെ ഫറോവ ചക്രവർത്തി ഫിർഔൻ്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ മഹദിയവർകൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഫിർഔനും കൂട്ടരും കിണഞ്ഞു ശ്രമിച്ചു. മഹദിയവർകൾ പതറിയില്ല. അവസാനം മഹദിയവർകളെ ക്രൂരമായി വധിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കൊണ്ടുവന്ന മഹദിയവർകളെ വലിച്ചിഴച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇരുമ്പ് ചുട്ടുപഴുത്ത ഇരുമ്പ് മഹദിയവർകളുടെ ഗുഹസ്ഥാനത്ത് കുത്തിയിറക്കുമ്പോൾ മഹദിയവർകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നിൻ്റെ അടുത്തൊരു ഭവനം എനിക്ക് തരണേ അല്ലാ.
അത് ഈ ദുആ അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് സത്യവിശ്വാസിനിയായ സ്ത്രീകൾക്ക് ഒരു ഉദാഹരണമായി അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. വല്ലറബല്ലാഹി മസലൻ ലില്ലദീന ആമനൂ ഇംറഅത്തു ഫിർഔന ഇദ ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നതി വനജ്ജിനി ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ പ്രാർത്ഥന അള്ളാഹു കൊടുത്തിരിക്കുകയാണ് ഉദാഹരണമായിട്ട്. സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണമായിട്ടാണ് അള്ളാഹു കൊടുത്തത്. അവർ മരണവേദന സമയത്ത് അവർ പറഞ്ഞത്, റബ്ബി ഇബ്നി ലീ, അള്ളാഹുവേ എനിക്ക് നീ ഒരു ഭവനം നിർമ്മിച്ചു തരണമല്ല. സ്വർഗത്തിൽ നീ ഒരു ഭവനം. ആരുടെ അടുത്താണ് അള്ളാഹുവിൻ്റെ അടുത്താ മഹദി. അവർ നിൻ്റെ അടുത്താണ് ഒരു ഭവനം ഞാൻ ആവശ്യപ്പെടുന്നതല്ല. ഇന്ദക ബൈത്തുൽ ഫിൽ ജന്ന, നിൻ്റെ അടുത്തൊരു സ്വർഗീയ ഭവനം ഞാൻ ആവശ്യപ്പെടുകയാണ് നാഥ. വനജ്ജിനി ഫിർഔന വഅമലിഹി, എന്നെ നീ രക്ഷിക്കണേ അല്ലാ ഫിർഔൻ്റെ പ്രവർത്തികളിൽ നിന്നും, ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിന്നും. വനജ്ജിനി, എന്നെ നീ രക്ഷിക്കണം മിനൽ ഖൗമിൽ ളാലിമീൻ, ഫിർഔൻ്റെ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ അല്ലാ എന്ന ഈമാൻ നമുക്ക് നൽകണേ അല്ലാ. അല്ലാഹുൽ തവക്കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ തവക്കുൽ ചെയ്ത ഈമാൻ നമുക്ക് നൽകണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടത്തിൽ ശത്രുക്കൾ വലിച്ചിഴച്ചു നഗ്നനായ രീതിയിൽ തീയിലേക്കിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുൽ തവക്കൽ ചെയ്ത് ഈമാനോടുകൂടി ദുആ ചെയ്തത് എന്താണ്? ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു മതി, എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹു മതി എനിക്ക്, അള്ളാഹു എൻ്റെ കാര്യം. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എൻ്റെ കാര്യം ഏൽക്കാൻ അള്ളാഹുവാണ് ഏറ്റവും അർഹൻ. വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എൻ്റെ സംരക്ഷകൻ, എൻ്റെ സഹായിയും എൻ്റെ സംരക്ഷകനും അള്ളാഹുവാണ്. അള്ളാഹു മതി എനിക്ക് എന്ന് ആ വിശ്വാസദാർഢ്യത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി പറഞ്ഞ ഈമാൻ നൽകണേ അല്ലാ. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം കടലിലെറിയപ്പെട്ടു. മഹാനവറുകളിലെ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിൻ്റെ ആ കടലിൻ്റെ ഇരുട്ട് ഫനാദാ ഫിൽ ളുലുമാത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇരുട്ടുകളിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചത് ഇരുട്ടുകൾ എന്ന് പറയുന്നത് രാത്രിയുടെ ഇരുട്ട്, ഒന്ന് കടലിൻ്റെ ഇരുട്ട്, പിന്നെ ഒന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ട്. ഈ 3 തരം ഇരുട്ടിൽ നിശബ്ദതയിൽ അകപ്പെട്ടു പോയി യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ ആരാധനയ്ക്ക് അർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല അല്ലാ. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ് നാഥ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ശത്രുക്കളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ഈമാൻ നമുക്കുണ്ടാകണം. അല്ലാഹുൽ തവക്കുൽ ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാൻ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ശത്രുക്കൾ ഇറങ്ങി. ഇത് അറിഞ്ഞ യൂനുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്യുവാൻ നിർബന്ധിതനായി. ആ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ഇതറിഞ്ഞ് രാവിലെ നേരം പുലർന്നപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാഞ്ഞു. ഇല്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ അവിടെ പരക്കം പായുകയാണ്, എല്ലായിടത്തും പോവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹിറാ ഒരു മലയിൽ, സൗർ മലയിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ ഗുഹാമുഖത്തും ശത്രുക്കൾ എത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉത്കണ്ഠ പ്രകടിപ്പിച്ചു, നബിയെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്, നീ പ്രയാസപ്പെടണ്ട, ദുഃഖിക്കണ്ട അബൂബക്കറെ എന്ന് പറഞ്ഞ ഈമാൻ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഏതവസ്ഥയിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആ തൗഹീദിൻ്റെ ഈമാൻ നമുക്കുണ്ടാകണം. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിക്ക് എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും അവർ പറയേണ്ടത് കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന.
ആ സത്യവിശ്വാസി പറയണം, എല്ലാം അള്ളാഹു വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഒന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. ഇല്ലാമാ കതബല്ലാഹുലന, അള്ളാഹു എഴുതിയിട്ടുള്ളതല്ലാതെ, അള്ളാഹു ഞങ്ങളുടെ വിധിയിൽ എഴുതിയിട്ടുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്നുറച്ച് നമ്മൾ വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുക എന്താണ്? വഅലല്ലാഹി യതവക്കലിൽ മുഅ്മിനീൻ, വിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന മുത്തക്കിയായി മുവഹിദായി നമ്മൾ ഈ ലോകത്ത് നിന്നും വിട പറയുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്ന എല്ലാ തെറ്റുകളും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ട്. അള്ളാഹ്, നീ മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവേ, അവരത്രയും കാണുന്ന അത്രയും സമയം അള്ളാഹുവേ നിൻ്റെ സ്വാലിഹായ അമലുകളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, കമൻസുകളിൽ അവരിട്ടിട്ടുണ്ട്, അവർ ദുആ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ബിസിനസ്സും അവരുടെ ഭവനങ്ങളിലും നിൻ്റെ ഐശ്വര്യം ഉണ്ടാകണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ എല്ലാ ഹാജത്തും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹാജത്തുകളും നിറവേറ്റാൻ ഈ ദുആ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ലാഹ്, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് റഹ്മാനെ. സർവശക്തനായ നാഥ, രോഗങ്ങൾ നീ ശുഭയാക്കണേ അള്ളാഹുവേ. രോഗത്തിൻ്റെ ശുഭയുടെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദുആ മനസ്സിലാക്കണം. നമ്മൾ ഈ ദുആ പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രോഗികൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്, അള്ളാഹുവേ മനുഷ്യവംശത്തിൻ്റെ രക്ഷിതാവേ, അദ്ഹിബിൽ ബാസ്, അള്ളാഹുവേ ഈ രോഗം നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണേ അല്ലാഹ്. ഇശ്ഫിഹി അൻത ഷാഫി, അള്ളാഹുവേ നീ ശുഭ തരുന്നവൻ നീയാണല്ലാ. ശിഫ മാറ്റുന്ന നീ രോഗത്തിന് ശുഭ തരണേ അല്ലാ. ഇല്ലാ ശുഫാ അല്ലാ, നിൻ്റെ ശുഭ അല്ലാതെ മറ്റൊരു ശുഭ ഇല്ല അല്ലാ. ശുഫ അൻ ലാ യുആദിറു സഖമ, ശരീരത്തിൽ ഒരു രോഗവും അവശേഷിക്കരുത് അല്ലാ. ഒന്നും ശരീരത്ത് ബാക്കി വയ്ക്കാതെ ഞങ്ങൾക്ക് ഈ രോഗത്തെ നീക്കിത്തരണേ റഹ്മാനെ എന്നീ ദുആ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കുമുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റി ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഈ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്, ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഗഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله.